ഓ, ഇനിയും എത്ര നേരം ഈ ശിശുക്കളുടെ ക്രീഡ കാണേണ്ടി വരും? രാക്ഷസ തിരികെ വരുന്ന യാതൊരു ലക്ഷണവും കാണുന്നില്ല. ഇത്രയും സമർത്ഥന്മാരായ രാജകുമാരന്മാർക്കു വേണ്ടി എത്ര നിസ്സാരമായ പരീക്ഷകളാണ് നടത്തുന്നത്. ഇവ നമുക്ക് നമ്മുടെ നേത്രങ്ങൾ ബന്ധിച്ചാൽ പോലും സാധിക്കുന്നതാണ്. ഭഗവാനെ, ഈ രാജകുമാരൻ ഇതിൽ ജയിക്കാതിരുന്നെങ്കിൽ ഇങ്ങനെയൊരു രാജകുമാരനോടൊപ്പം സുന്ദരിയായ രൂപവതിയുടെ സ്വയംവരം ഒട്ടും ഉചിതമല്ല. അനൽ രാജകുമാരനെ കാണുമ്പോൾ ഏറ്റവും സമർത്ഥനാണെന്ന് തോന്നുന്നു. അങ്ങനെയെങ്കിൽ ഇയാളുമായി രാജകുമാരിയുടെ വിവാഹം നടക്കുമല്ലോ. നാം ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. എന്ത് ചെയ്യും? ദേവി, സമയം കടന്നു പോയിക്കൊണ്ടിരിക്കുക. ഇത്രയും ദൂരം വന്നിട്ടു നാം എങ്ങനെ വെറും കൈയോടെ തിരികെ പോകും? ഇത് സംഭവിക്കാൻ പാടില്ല. നമ്മോട് ദയ കാട്ടിയാലും എന്തെങ്കിലും ഉപായം പറഞ്ഞു തന്നാലും, നമുക്ക് മാർഗം കാട്ടി തന്നാലും നമുക്ക് കൊട്ടാരത്തിലേക്ക് തിരികെ പോകേണ്ടതാണ്. കൊട്ടാരത്തിൽ നാം ഇല്ലെന്ന് ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വലിയ അനർത്ഥമായി തീരുന്നതാണ്. നമ്മുടെ മിത്രം അരുന്ധതിയും പഴിക്കാൻ തുടങ്ങും. ഇത്രയും വലിയ പാപത്തിന്റെ ഭാരം നമ്മുടെ മേൽ ചാർത്തരുത്. നമ്മോട് ദയ കാട്ടിയാലും നമുക്ക് മാർഗം പറഞ്ഞു തന്നാലും അവിടെ നിന്ന് നമ്മെ സഹായിക്കൂ. എന്തിനാണ് നിങ്ങൾ നമ്മോട് ഇപ്രകാരം പെരുമാറിക്കൊണ്ടിരിക്കുന്നത്? എന്തിനാണ് വീണ്ടും വീണ്ടും നിങ്ങൾ എല്ലാവരും നമ്മോട് ഇപ്രകാരം പെരുമാറുന്നത്? ഇതുവരെ നാം ഒരു വിധത്തിലുള്ള അന്യായവും പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ അവിടുന്ന് നമുക്ക് ഉപായം പറഞ്ഞു തന്നാലും. നാം ഈ രാജ്യത്തെ മണ്ണിൽ ജനിച്ചവളാണ്. ഇതാ ഈ വനവും അതേ മണ്ണിൽ തന്നെയാണ് നിൽക്കുന്നത്. എങ്കിൽ വീണ്ടും വീണ്ടും നമ്മോട് ഇപ്രകാരം പെരുമാറുന്നത് എന്താണ്? അഥവാ നമ്മുടെ മനസ്സിൽ യാതൊരു വിധത്തിലുള്ള പാപവും ഇല്ലെങ്കിൽ കേട്ടാലും വനദേവരെ, അവിടുന്ന് നമ്മുടെ വിലാപം കേട്ടാലും നമുക്ക് ഉപായം പറഞ്ഞു തരൂ. അവിടുന്ന് നമ്മെ സഹായിക്കൂ. എന്തെങ്കിലും ഉപായം പറഞ്ഞു തന്ന് നമ്മെ സഹായിച്ചാലും അതെ. ആരുടെയെങ്കിലും നന്മയ്ക്ക് വേണ്ടിയോ ആരുടെയെങ്കിലും പ്രയോജനത്തിന് വേണ്ടിയോ എന്തെങ്കിലും ആവശ്യപ്പെടാൻ വന്നു കഴിഞ്ഞാൽ ആദ്യം അവരുടെ അഹങ്കാരം വെടിയുകയാണ് വേണ്ടത്. ആരാണ് ഇക്കാര്യം പറഞ്ഞത്? ആരാണ് പറഞ്ഞത്? മുൻപിൽ വരൂ, നമ്മുടെ മുൻപിലേക്ക് വരൂ. ദയവായി നമ്മുടെ മുൻപിലേക്ക് വരൂ. അങ്ങ് ആരാണ്? നീ ഇപ്പോൾ ആരെയാണോ വിളിച്ചത് അത് നാം തന്നെയാണ്. അതിനർത്ഥം നീ സഹായം ആവശ്യപ്പെടുകയായിരുന്നില്ലേ? നാം നിന്റെ വിളി കേട്ട് വന്നതാണ് പുത്രി.
അങ്ങേക്ക് നമ്മെ സഹായിക്കാൻ സാധിക്കില്ല. അതാ ആ ഉയരമുള്ള വൃക്ഷത്തിൽ ഒരു ഫലം കാണുന്നില്ലേ? അത് പറിക്കാൻ അങ്ങേക്ക് കഴിയില്ല, നമുക്കും കഴിയില്ല. അത് നമുക്ക് പറിച്ചെടുക്കുവാൻ സാധിച്ചില്ലെങ്കിൽ നിനക്കെങ്കിലും അത് സാധിക്കുമല്ലോ. അഥവാ നാം നിനക്ക് പഴം പറിച്ചെടുക്കാനുള്ള ഉപായം പറഞ്ഞു തരികയാണെങ്കിലോ? അങ്ങ് നമുക്ക് ഉപായം പറഞ്ഞു തരുമെന്നോ? അങ്ങേക്ക് അത് പറഞ്ഞു തരാൻ സാധിക്കുമോ? പറഞ്ഞു തരാൻ സാധിക്കും. എന്നാൽ ചിലപ്പോഴൊക്കെ ചിലത് നേടുന്നതിന് വേണ്ടി ബലിദാനവും ചെയ്യേണ്ടി വരുന്നതാണ്. എന്താ, നിനക്കത് സാധിക്കുമോ? മഹാബലിദാനം ചെയ്യാൻ സാധിക്കുമോ? മഹാബലിദാനമോ? ഈ വിഷക്കേതു എന്താണ് ചെയ്യുന്നത്? കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഒരല്പം കൂടി വൈകിയിരുന്നെങ്കിൽ ഇവിടെ സർവനാശം സംഭവിക്കുമായിരുന്നു. എന്താ പറ്റിയത് കുമാര? എന്തിനാണ് അങ്ങ് ഇത്രയും ഉച്ചത്തിൽ നിലവിളിച്ചത്? വാസ്തവത്തിൽ നാം ഒരിക്കലും തോൽവി അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്കിപ്പോൾ ക്രോധം വന്നത്. കുമാര, എന്തൊക്കെയാണ് നീ പറയുന്നത്? നോക്കൂ, മത്സരമാകുമ്പോൾ ജയവും തോൽവിയും സ്വാഭാവികമാണ്. ഓരോ തവണയും വലിയ പോരാട്ടങ്ങൾ വിജയിക്കുന്നതിന് വേണ്ടി 2 ചുവട് പിന്നോട്ട് വെക്കേണ്ടി വരും. ആക്രമണം നടത്തുന്നതിന് വേണ്ടി. അതെ, എന്നാൽ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അവസാന മത്സരം നീ തന്നെ ജയിക്കേണ്ടതാണ്. ഈ രാജമാതാവ് ഇവിടെ എത്തിച്ചേർന്നത് എപ്പോഴാണ്? നാം പ്രവേശന കവാടത്തിന്റെ അവിടെ തന്നെ ഉണ്ടായിരുന്നുവല്ലോ. നാം അവിടെ എങ്ങും ഇവരെ കണ്ടതുമില്ല. പ്രണാമം രാജമാത. അവിടത്തേക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇല്ല, അതായത് കുമാരന്റെ ആ ശബ്ദം കേട്ടാണ് അവൻ ഒരു തവണ നോക്കാൻ എത്തിയത്.